ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം എന്താണെന്ന് നോക്കാം. അന്റാർട്ടിക്കയിലെ പ്രധാന സസ്യജന്തുജാലങ്ങൾ ചുവടെയുള്ള ചിത്രങ്ങളിൽ നൽകിയിരിക്കുന്നു. അവരെ തിരിച്ചറിയുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? പായലുകളാണല്ലേ. സെക്കൻഡ് നമുക്കറിയാം പെൻഗിനാണ്. തേർഡ് ഏതാണ്? സീലുകളാണല്ലേ. അപ്പോൾ 1 പായലുകൾ, 2 പെൻഗിൻ, 3 സീലുകൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൂർണ്ണമായും അന്റാർട്ടിക്ക ചുറ്റപ്പെട്ടിരിക്കുന്ന സമുദ്രത്തിന്റെ പേരെന്ത്? പൂർണ്ണമായിട്ടും അന്റാർട്ടിക്ക ചുറ്റപ്പെട്ടിരിക്കുന്ന സമുദ്രത്തിന്റെ പേരെന്താണ്? അത് ദക്ഷിണ സമുദ്രമാണ് അല്ലെ. ആൻസർ എന്താണ്? ദക്ഷിണ സമുദ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഹമ്മുറാബിയുടെ നിയമസംഹിത എന്താണെന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നിയമസംഹിതകളിൽ ഒന്നാണ് എന്ത്? പുരാതന ബാബിലോണിയയിലെ ഭരണാധികാരിയായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത അല്ലേ. മാഗ്ന കർട്ട രാജാക്കന്മാരുടെ ഏകാധിപത്യത്തിനെതിരെ CE 1215 ജോൺ രാജാവിനെ തടഞ്ഞുവെച്ച് ജനങ്ങൾ ഒപ്പുവെച്ച പ്രമാണമാണിത്. മാഗ്ന കർട്ട മഹത്തായ വിപ്ലവം, രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി. ഫ്രഞ്ച് വിപ്ലവം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത നടത്തിയ 1789 നടത്തിയ വിപ്ലവമാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, മഹത്തായ വിപ്ലവം എന്താണ്, ഫ്രഞ്ച് വിപ്ലവം എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഹാശിലാസ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. മഹാശിലാസ്മാരകങ്ങൾ ഇന്ത്യയിലുടനീളം കാണപ്പെടുന്നു. മഹാശിലായുഗം വെങ്കലയുഗം എന്നും അറിയപ്പെടുന്നു. മഹാശിലാസ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാശിലാസ്മാരകങ്ങൾ ഉത്തരേന്ത്യയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? അതെ, മഹാശിലാസ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംഘകാലഘട്ടത്തിലെ തിണകളുമായി ബന്ധപ്പെട്ട പട്ടിക പൂരിപ്പിക്കുക. അപ്പൊ തിണകൾ നൽകിയിട്ടുണ്ട്. ഭൂമിശാസ്ത്ര സവിശേഷതകൾ നമ്മൾ എഴുതണം. ഉപജീവന മാർഗങ്ങളും അല്ലെ. ചിലതിൽ തിണകൾ കൊടുത്തിട്ടില്ല. ഭൂമി സവിശേഷതകൾ നൽകിയിട്ടുണ്ട്, ഉപജീവന മാർഗം നൽകിയിട്ടുണ്ട്. അപ്പൊ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ നമ്മൾ പൂരിപ്പിക്കണം അല്ലെ. ഓക്കെ, കാട് ഇവിടെ നോക്കൂ. തിണകൾ കുറിഞ്ചി, ഭൂമിശാസ്ത്ര സവിശേഷതകൾ കാട്, മല. ഉപജീവന മാർഗങ്ങളിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? വനവിഭവ ശേഖരണം, വേട്ടയാടൽ അല്ലെ. വനവിഭവ ശേഖരണം, വേട്ടയാടൽ. നെക്സ്റ്റ് കുറിഞ്ചി നെക്സ്റ്റ് ഏതാണ്? പുൽമേടുകളും കുറ്റിക്കാടുകളുമാണ് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. ഉപജീവന മാർഗങ്ങൾ എന്താണ്? കന്നുകാലി മേയ്ക്കലാണ് അല്ലെ. അപ്പൊ ഏതാണ് തിണ? ഏതാണ്? മുല്ലയാണ് അല്ലെ. തിണ ഏതാണ്? മുല്ലൈ. ദെൻ പാലൈ. ഭൂമിശാസ്ത്ര സവിശേഷതകൾ നമുക്ക് നൽകിയിട്ടില്ല. ഉപജീവന മാർഗങ്ങൾ കൊള്ളയും കവർച്ചയുമാണല്ലേ. അപ്പം എന്താണ് ഭൂമിശാസ്ത്ര സവിശേഷത? അതേ, വരണ്ട പ്രദേശമാണല്ലേ. നെക്സ്റ്റ് മരുതം ഭൂമിശാസ്ത്ര സവിശേഷത നൽകിയിട്ടുണ്ട്. വയൽ പ്രദേശം. എന്തൊക്കെയാണ് ഉപജീവന മാർഗങ്ങൾ എന്ന് പറയുന്നത്? വയൽ പ്രദേശമാണ്. അപ്പം എന്തായിരിക്കും? കൃഷിയായിരിക്കും അല്ലേ. ദെൻ നോക്കൂ, തീരപ്രദേശം, മീൻപിടുത്തം, ഉപ്പുകുറുക്കൽ. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഏതായിരിക്കും തിണ എന്ന് പറയുന്നത്? നെയ്തലാണല്ലേ. ആൻസർ എന്താണ്? നെയ്തൽ. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ തിണകളും അവയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ഉപജീവന മാർഗങ്ങളും അല്ലെങ്കിൽ പട്ടിക കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടുകളെ പ്രധാനമായും 3 തരം തിരിക്കാം. നൽകിയിരിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന്റെ തരം തിരിച്ചറിയുക. ഒന്നാമത് ഏതാണ്? ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട് ഏതാണ്? വ്യക്തിഗത അക്കൗണ്ട് ആണ് അല്ലെ. ഇനി ഒരു സ്ഥാപനത്തിന്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട് സ്ഥാപന അക്കൗണ്ട്. രണ്ടോ അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ട് ഏതാണ്? അതെ, സംയുക്ത അക്കൗണ്ട് ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് അല്ലെ. ആൻസർ എന്താണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. നെക്സ്റ്റ്, നെടുമങ്ങാടി ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെടുമങ്ങാടി ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ് അല്ലെ. ആസ്ഥാനം എവിടെയാണ്? കോഴിക്കോടാണ്. ഇനി ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വായിച്ചു നോക്കുക. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. മാഗ്ന കർട്ട, രാജാവും ഭരണകൂടവും നിയമത്തിന് അതീതരല്ല അല്ലെ. ഇനി മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടിൽ പാർലമെന്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ രൂപീകരണത്തിന് ഇത് വഴിയൊരുക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞു. ഫ്രഞ്ച് വിപ്ലവമാണ്. രാജാധികാരത്തിനെതിരെ ജനങ്ങളുടെ പരമാധികാരം എന്ന ആശയം അംഗീകരിക്കപ്പെട്ടത് ഈ വിപ്ലവത്തിലൂടെയാണ്.
ഈ സവിശേഷതകൾ നൽകിയിട്ടുണ്ട്. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല, ജനങ്ങൾ പരമാധികാരി, തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവൻ, ബാഹ്യ ഇടപെടലുകളില്ലാതെ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള രാഷ്ട്രത്തിന്റെ അധികാരം, അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോന്നും എന്താണ് നമ്മൾ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിന് 1770-കളിൽ ജപ്പാൻ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു. നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കിയല്ലേ. പിന്നെയോ പാശ്ചാത്യ മാതൃകകൾ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി രൂപപ്പെടുത്തി. രാജ്യത്തിനോടുള്ള കൂറിനും ജപ്പാനീസ് ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിനും ഊന്നൽ നൽകി. രാജ്യത്തോട് കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനും രാജ്യത്തോട് വിശ്വസ്തരായിരിക്കുന്നതിനും സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി വിശ്വസിക്കുന്നതിനും അല്ലെ വിശ്വസ്തരായിട്ട് ഇരിക്കുന്നതിനും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം, മധ്യകാല കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അത്? ജന്മി സമ്പ്രദായമാണ്. ഈ പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തിയാക്കുക. നാടുവാഴി സ്വരൂപങ്ങൾ നമുക്ക് ഏതൊക്കെ എഴുതാം? കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ. കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടുകാരെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.